ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂർക്കയും കൂർക്കയുടെ വളവിടീലിനെ കുറിച്ചുമാണേ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ കൂർക്ക നടുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ജൂലൈ മാസം മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് കൂർക്ക നട്ടുപിടിപ്പിക്കാൻ നല്ലത്. എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ നട്ടുപിടിപ്പിക്കുന്നത് കൂടുതൽ വിളവ് കിട്ടാൻ നല്ലതാണെന്നും പറയും. അപ്പോൾ ഇനി വരാൻ പോകുന്ന മാസം സെപ്റ്റംബർ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതുവരെ കൂർക്ക നട്ടുപിടിപ്പിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന മാസം സെപ്റ്റംബറിൽ തന്നെ നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. കൂർക്കയുടെ നടീൽ വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള കൂർക്ക തണ്ടുകളാണ്. ഒരു 1, 2, 3 എങ്കിലും മുട്ടുകളുള്ള 3 സെറ്റ് ഇലകളെങ്കിലും ഉള്ള ഒരു കൂർക്ക തണ്ട് വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് എടുക്കാൻ. നമ്മൾ കൂർക്ക വാങ്ങിച്ച് പാകി കിളിപ്പിച്ചാലേ അതിൽ നിന്ന് കിട്ടുന്ന കൂർക്ക ഉണ്ടാകുന്നത്, അതിൻ്റെ ചോട്ടിൽ കൂർക്ക മണികൾ ഉണ്ടാകുന്നത് വളരെ കുറഞ്ഞു പോകും. ചിലപ്പോഴാണെങ്കിൽ ഒന്നും തന്നെ കിട്ടത്തില്ല. പക്ഷേ ഇതുപോലുള്ള കൂർക്ക തണ്ടുകളാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ എല്ലായ്പ്പോഴും ഇതിൽ നിന്ന് വരുന്ന ഓരോ വേരുകളും കൂർക്കകളായിട്ട് മാറി നമുക്ക് കറി വെക്കാനായിട്ട് കിട്ടും. പിന്നെ കൂർക്കത്തണ്ട് നടുന്നതെന്ന് പറയുന്നത് കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ നല്ല പോലെ അടിവളം, അതായത് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അതുപോലെ എല്ലുപൊടിയോ ഒക്കെ നന്നായിട്ട് ചേർത്ത് ഒരു 2-3 ദിവസം ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇതുപോലെയുള്ള കൂർക്കത്തണ്ടുകളെ നട്ടു വളർത്താൻ. കൂർക്ക എന്ന് പറഞ്ഞാൽ അവരൊരു വളർന്ന് തുടങ്ങി കഴിയുമ്പം ഒരു 40-45 ദിവസമാകുമ്പം നമുക്ക് കൂർക്കയുടെ ആദ്യത്തെ വളപ്രയോഗം നടത്തി കൊടുക്കാം. അതിന് നമുക്ക് ഇപ്പം ഇവിടെ നിൽക്കുന്ന കൂർക്കയെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ എനിക്കിതേ ഇതുപോലെ ഒരു പാത്രത്തിൽ, പിന്നെ ദേ ഈ ഒരു പാത്രത്തിൽ, പിന്നെ ഇവിടെ ഒരു പാത്രത്തിൽ, അങ്ങനെ 3 സെറ്റ് കൂർക്കകളാണ് എനിക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ആ കൂർക്ക നിൽക്കുന്ന പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ ഈ കുമ്പളം. കണ്ടോ, കുമ്പളത്തിനുണ്ടായ ആദ്യത്തെ കായ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കായ്ച്ച കുത്തി. അപ്പോൾ കായ്ച്ച കുത്തിയപ്പോഴാണ് ഞാൻ ഇതുപോലത്തെ കായ്ച്ചക്കണി കൊണ്ടിട്ട്, കണ്ടോ എന്തോരം കായ്ച്ചകളാണ് വന്ന് വീഴുന്നത് കണ്ടോ. ഇതിനടിയിൽ കിടക്കുന്ന കണ്ടോ, ഇതിനടിയിലേക്ക് വന്ന് ചത്തിട്ട് അടിഞ്ഞു കൂടുന്നതാണേ, കണ്ടോ. അപ്പം പുതിയ 2 കുമ്പളത്തിൻ്റെ കായ്കളുണ്ടായിട്ടുണ്ട്. നമ്മൾ കായ്ച്ചക്കണിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്കതിനെ ഒന്ന് കൂടിയിട്ട് സൂക്ഷിക്കണം. ഇപ്പം ഇതുവരെ കുത്തുകളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിന് നമുക്ക് ഇതുപോലൊരു ഈ കായ ഇതിനകത്തോട്ട് കയറ്റി തണ്ടയിലോട്ട് ചേർത്ത് കെട്ടിയിട്ടാൽ മതി കേട്ടോ. പോളിനേഷനൊക്കെ നടന്ന് വളർന്ന് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കെട്ടിയിട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അതിന് മുന്നേ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പോളിനേഷൻ തന്നെ നടക്കാതെ പോകും. അതെ, ഇതെനിക്ക് കെട്ടാൻ എത്തുമോ എന്നറിയത്തില്ല. അല്ലെങ്കിൽ ചെറുക്കന്മാരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും വേണം കെട്ടി കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് കയറ്റി, ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ പണിക്കൊക്കെ പോയാൽ നമ്മുടെ കാ തന്നെ അടപ്പം അടന്നു പോകും. അപ്പം ഇങ്ങനെ നിൽക്കട്ടെ. എത്തുകയില്ല, ഒപ്പിച്ചെടുത്തേ. ശരിക്കും മൂടിയിട്ടൊന്നുമില്ല, എന്നാലും അങ്ങനെ തുളച്ച് കയറി കായ്ച്ച കുത്തത്തില്ല കേട്ടോ. ഇത്രയും ഒരു എണ്ണം കൊടുത്താൽ മതി. അപ്പോൾ അവർ വലുതാകുന്ന ഇനം കണ്ടോ, ഇതിനകത്ത് ആ കുത്ത് കിട്ടിയിട്ടും കുമ്പളങ്ങ അത് ഇത്രയും വരെ ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് കൂർക്കയ്ക്ക് വളം ചെയ്യാം കേട്ടോ. കൂർക്കയ്ക്ക് വളം ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ജൈവവളമാണേ. അപ്പോൾ കുറച്ച് ജൈവവളം ഇട്ടു. പിന്നെ ഇത് ചാണകപ്പൊടിയാണേ. ചാണകപ്പൊടി എപ്പോഴും കുറച്ച് കൊടുത്താൽ മതി കൂർക്കയ്ക്ക്. കാരണം ഈ ചാണകപ്പൊടിയിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയുന്നത് നൈട്രജനാണേ. അപ്പോൾ ചെടികൾ ആർത്ത് വളരുവാണ് ചെയ്യുന്നത്, വിളവ് അത്രയ്ക്ക് കിട്ടണമെന്നില്ല. അപ്പം ഒരു പിടി കൂടെ ഞാൻ ജൈവവളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നല്ല പോലെ മണ്ണ് ചേർക്കണം കേട്ടോ. ഇത് നമ്മളിവിടെ കൂട്ടി വെക്കുന്ന മണ്ണാണ്. നമ്മളെങ്ങനെ മണ്ണുണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. മണ്ണല്ല, നമ്മുടെ പോട്ടിംഗ് മിക്സ്. അപ്പം നമ്മളിത് ഇതുപോലുള്ള പറമ്പിൽ നിന്ന് എടുത്ത മണ്ണിനകത്ത് ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ ചേർത്തതാണ്. മഴ പെയ്തപ്പം നനഞ്ഞു അങ്ങനെ ഇരിക്കുന്ന മണ്ണ്. അപ്പം ഞാൻ ആവശ്യത്തിന് മണ്ണെടുത്തിട്ട് കാണിക്കാവേ. ഇത്രയും ജൈവവളവും കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ട് മണ്ണെടുത്തിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ കൂടുതൽ മണ്ണെടുത്തിട്ട് വേണം നമ്മൾ നടാൻ വളമായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ നല്ലപോലെ ഇളക്കി ചേർക്കണം. ഒരിടത്തും വളം കൂടുതലായിട്ട് കിടക്കുന്ന ഒരു രീതി വരരുതേ. പിന്നെ പുല്ലും കാടും ഒന്നും ഉണ്ടാകാതിരിക്കേണ്ട ഇതിന് പോട്ടിംഗ് മിക്സ് എടുത്ത് വെക്കുമ്പോൾ അതിനകത്ത് വളർന്നു വരുന്ന പുല്ലുകളാണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തു. കൂർക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള വളം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെടുത്ത് കൂർക്കയുടെ ചുവടെടുക്കണം. കണ്ടോ, ഇവിടെ ഇതിനകത്ത് ഞാൻ ഒരു തവണ മണ്ണിട്ടതാണേ. കണ്ടോ, ഇതുപോലെയുള്ള
ചുവട് ഭാഗത്തേക്ക് നമ്മൾ ഈ വളം മിക്സ് ചെയ്ത മണ്ണിനെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ പറമ്പിലൊക്കെ തടവെടുത്തിട്ടാണ് നടുന്നതെങ്കിൽ അടുത്തടുത്ത് വരുന്ന കൂർക്കയുടെ ഇടയ്ക്ക് നമുക്ക് നല്ലതുപോലെ സ്പേസ് കൊടുക്കാനായിട്ട് കിട്ടുവേ. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഈ ഗ്രോ ബാഗുകൾക്കകത്ത് വളർത്തുമ്പോൾ അവരിങ്ങനെ അടുത്തടുത്തടുത്ത് വളരും. അപ്പം നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കൂർക്കകൾ ഇങ്ങനെ വളരുമ്പോൾ ഉണ്ടല്ലോ, തണ്ടുകളിൽ നിന്നും ചെറിയ ചെറിയ വേരുകൾ വരും. ആ വേരുകളാണ് കൂർക്കമണികളായി മാറുന്നത്. അപ്പോൾ നമ്മൾ ആ വേരുകളെ മൂടാനാണ് ഈ മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ആ വേരുകൾ അവിടെ നിന്ന് കിഴങ്ങുകളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഇവിടെ ഒരു ചുവടും കൂടെ ഉണ്ട്, അതിനും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം കാണിച്ചു തന്നതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ കൂർക്കയുടെ ചുവട്ടിലോട്ട് വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ. ആ ഇലത്തണ്ടുകളുടെ എല്ലാം മേളിലോട്ട് ഇട്ടാൽ അതെല്ലാം അവിഞ്ഞു പോകും കേട്ടോ. അതും നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോൾ ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ വളർത്തുന്നവർക്ക് ഇത്രയ്ക്കുള്ള ഇടയെ കിട്ടത്തുള്ളൂ. അത് സാരമില്ല, നമുക്ക് പറ്റുന്ന പോലെ വളം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കുറച്ച് വളം നമുക്ക് ഇതിനും കൂടെ കൊടുക്കാവേ. അപ്പോൾ അത് ഇതുപോലെ കണ്ടോ, തണ്ടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാകി പോകും കണ്ടോ. ഇത് കണ്ടോ, ഇതുപോലെ പോകുന്ന തണ്ടുകളുടെ മുകളിലോട്ടാണ് നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിത് കുറച്ചുള്ളത് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അവിഞ്ഞു പോകാത്ത വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ വെള്ളമൊക്കെ വീഴുമ്പം ആ മണ്ണങ്ങ് അടിയിലോട്ട് പോയി തണ്ടയിൽ മൂടി നിൽക്കുകയും ചെയ്തോളും കേട്ടോ. ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ കൂർക്കയുടെ വളയിടിയിൽ കഴിഞ്ഞേ, കൂർക്കയ്ക്ക് വളമിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കളകൾ വളരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കളകൾ വളർന്നു കഴിഞ്ഞാൽ കൂർക്കയുടെ ചുവട്ടിലെ വിളവ് കണ്ടമാനം കുറഞ്ഞു പോകും കേട്ടോ. കൂർക്കയുടെ ചുവട്ടിൽ കളകൾ വളരാതിരിക്കുന്നതിനും നനവ് നിലനിൽക്കുന്നതിനും നമുക്ക് പുതയിട്ട് കൊടുക്കാം. അത് ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പച്ചിലകളേക്കാൾ എപ്പോഴും നല്ലത് ഉണങ്ങിയ ഇലകളാണ് പുതയിട്ട് കൊടുക്കാൻ. അങ്ങനെ ഇതിൻ്റെ ചുവട്ടിൽ വളമിട്ടതിന് ശേഷം അതിന് മേളിൽ പുതയിട്ട് കൊടുത്താൽ അവർ നല്ല പോലെ വളർന്ന് ഒരു 90 ദിവസം മുതൽ 120 ദിവസത്തിനുള്ളിൽ നമുക്കിവരെ വിളവെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം, കൂർക്ക വിളവെടുക്കാറാകുന്ന അവസരത്തിൽ കൂർക്ക ഇലകളെല്ലാം പഴുത്തു തുടങ്ങും. അങ്ങനെ പഴുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് വെള്ളം കൊടുക്കുകയേ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ വെള്ളം കൊടുക്കാതെ ഒരാഴ്ചയെങ്കിലും നമ്മൾ നോക്കിയതിന് ശേഷം വേണം വിളവെടുക്കാൻ. എന്നാലേ നല്ല പോലെ കൂർക്കകൾ നമുക്ക് വിളവ് തരത്തുള്ളൂ. ഈ പന്തലയിൽ കണ്ടോ ഒരു ചെടി ഉണങ്ങിക്കിടക്കുന്നുണ്ടോ? ഇത് നമ്മൾ ആ വലിയ ചുരക്കയൊക്കെ വിളവെടുത്ത ചുരക്കയുടെ ചെടിയാണ് കേട്ടോ. ചെറിയ ചുരക്കകൾ അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ ഉണങ്ങിപ്പോയെന്നറിയോ? ചുരക്ക ചെടിയുടെ ചുവടിതായിരുന്നേ. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണ് കൂട്ടാൻ വേണ്ടി ഈ ഭാഗത്തു നിന്നെല്ലാം മണ്ണിനെ കോരി ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ വേര് കണ്ടോ, ഇങ്ങനെയുള്ള വേരുകളെല്ലാം മണ്ണിൻ്റെ മുകളിൽ പൊങ്ങി വരികയും ചിലതൊക്കെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്ത സമയത്താണ് ഈ ചെടി ഇതുപോലെ വാടിപ്പോയത്. ഇനി നമുക്ക് അടുത്ത ചുരക്ക ചെടിയെ വളർത്തിയെടുക്കണം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ്. ഏകദേശം എല്ലാ ഇനം പച്ചക്കറി ചെടികളുടെയും വിത്തുകൾ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. സ്പീഡ് പോസ്റ്റിൽ വഴി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.